ഒരു മനുഷ്യന്റെ ജീവിത വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നന്മ നിറഞ്ഞ മനസ്സ്. നമ്മുടെ മനസ്സ് എങ്ങനെ നന്മ നിറഞ്ഞതാക്കി മാറ്റാം? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് രണ്ട് ഭാഗങ്ങളാണുള്ളത്. അവൻ്റെ ആത്മാവ്, ശരീരം. ഈ ശരീരം ഏത് നിമിഷവും നമ്മോട് വിട പറഞ്ഞേക്കാം. എന്നാൽ ഈ ആത്മാവ് എല്ലാ കാലവും നമ്മുടെ കൂടെ ഉണ്ടാകും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആത്മാവിനെ ബാധിക്കുന്ന പല രോഗങ്ങളെക്കുറിച്ചും കറകളെക്കുറിച്ചും പഠിപ്പിച്ചിട്ടുണ്ട്. ആത്മാവിൻ്റെ കറകൾ നീക്കി അതിൻ്റെ രോഗങ്ങളിൽ നിന്ന് ശിഫ തേടി നന്മ നിറഞ്ഞ ആത്മാവ് രൂപപ്പെടുത്താനുള്ള സുന്ദരമായ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ. പടച്ചവനെ, എൻ്റെ നഫ്സിന് നീ തഖ്വ പ്രദാനം ചെയ്യണമേ. വസക്കിഹ, അതിനെ നീ സംസ്കരിക്കണമേ, അതിനെ നീ ശുദ്ധീകരിക്കണമേ. അൻത ഖൈറു മൻ സക്കാഹ, ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിൽ, ആത്മവിശുദ്ധി നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ നീയാണ്. അൻത വലിയുഹ വ മൗലാഹ, അതിന് കാരണം പറയാണ്, ഈ ആത്മാവിൻ്റെ രക്ഷകർത്താവും യജമാനനും നീയാണല്ലോ. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷകർത്താവും യജമാനനും അല്ലാഹുവാണ്. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, നമ്മുടെ മനസ്സിൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. തീർച്ചയായിട്ടും ആ അല്ലാഹുവിന് മാത്രമേ പൂർണ്ണമായി നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹുവിനോട് ഇതിനു വേണ്ടി നിരന്തരമായി ഈ റമദാൻ നമ്മൾ പ്രാർത്ഥിക്കണം. റമദാന്റെ ലക്ഷ്യമായ, നോമ്പിൻ്റെ ലക്ഷ്യമായ തഖ്വ കൈവരിക്കാൻ ഏറ്റവും നല്ല മാർഗം അല്ലാഹുവിനോടുള്ള നിരന്തരമായ തേട്ടമാണ്.